സിജു സ്പീക്കിംഗ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലണ്ടൻ, കാനഡ, ഓസ്ട്രേലിയ ഒക്കെ തന്നെ ഗേറ്റടച്ചു. അപ്പോൾ ഇന്ത്യക്കാർ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇനി എങ്ങോട്ട് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അപ്പോൾ അതിനു മുമ്പേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് വിഷയത്തിൽ വരാം. ലണ്ടൻ, കാനഡ, അതുപോലെ തന്നെ ഓസ്ട്രേലിയ ഒക്കെ തന്നെ റെസ്ട്രിക്ഷൻസ് വച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നമ്മളെപ്പോലെയുള്ള ഇന്ത്യക്കാർക്ക് ഇനി അങ്ങോട്ട് ഒരു ജോലിക്കായിട്ട് പോകാനായിട്ട് വളരെ പ്രയാസം ഏറിയിരിക്കുകയാണ്. നമുക്കറിയാം, നാട്ടിലെല്ലാം തന്നെ ഒരുവിധം ജോലി കിട്ടാൻ ഉള്ള പ്രയാസം അല്ല, നമ്മുടെ ശമ്പളത്തിൻ്റെ കുറവാണ്, വർദ്ധിച്ചു വരുന്ന സാധനങ്ങളുടെ വിലക്കയറ്റവും മറ്റ് ജീവിത രീതിയും കൊണ്ട് നമുക്ക് നാട്ടിലൊന്നും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് നമ്മുടെ സഹോദരങ്ങളെല്ലാം മറ്റ് രാജ്യങ്ങളിലേക്ക്, പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത്. കാരണം ഗൾഫ് നാടുകളിൽ പണ്ടൊക്കെ ചേക്കേറിയിരുന്നു, എന്നാൽ അവിടെയും രക്ഷയൊന്നുമില്ല. ശമ്പളവും കാര്യങ്ങളും എല്ലാം കുറവായതുകൊണ്ട് ജീവിച്ചു പോകുന്ന ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മുടെ സഹോദരങ്ങൾ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. എന്നാൽ ഇപ്പോൾ ലണ്ടൻ, കാനഡ, ഓസ്ട്രേലിയ റെസ്ട്രിക്ഷൻസ് ആക്കിയതുകൊണ്ട് അവിടെയെല്ലാം പോകാൻ പ്രയാസവും വളരെയധികം പണച്ചെലവുമാണ്. പിന്നെ ഇനിയുള്ളത് ഫിൻലാൻഡ്, ഇറ്റലി, അതുപോലെ സ്ലോവാക്യ പോലെയുള്ള രാജ്യങ്ങളാണ് നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും അൺസ്കിൽഡ് വർക്കേഴ്സിന് ഒക്കെ പോകാൻ പറ്റിയൊരു യൂറോപ്യൻ കൺട്രി തന്നെയാണ് സ്ലോവാക്യ എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബാറ്റിസ്ലാവയാണ്. ഇതിൻ്റെ പോപ്പുലേഷൻ, ഈ രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം 54.5 ലാക്സോളം ആൾക്കാരാണ്. 49,000 സ്ക്വയർ കിലോമീറ്റേഴ്സാണ് ഈ രാജ്യത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത്. പക്ഷേ ഈ രാജ്യം നമ്മുടെ കറൻസി മൂല്യം നോക്കുകയാണെങ്കിലും ഏകദേശം UK അല്ലെങ്കിൽ ലണ്ടൻ പോലെയൊക്കെ തന്നെയാണ്. നമുക്കിവിടെ അൺസ്കിൽഡ് വർക്കേഴ്സിനെയൊക്കെ നമുക്ക് ട്രൈ ചെയ്താൽ അതായത് വിദ്യാഭ്യാസം കൂടുതലുള്ളവർക്കും കുറഞ്ഞവർക്കുമൊക്കെ തന്നെ ഇവിടെ ജോലി കിട്ടുവാൻ എളുപ്പമുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ട്രൈഡ് മീ, അതുപോലെ തന്നെ ലിങ്ക്ഡ്, ഇതുപോലെയുള്ള നമ്മുടെ ജോബ് സൈറ്റുകൾ വഴി നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിജയകരമായി ഈ രാജ്യത്തൊക്കെ തന്നെ പോകാൻ കഴിയും. ഇതിനെക്കുറിച്ച് ഒരു കൂടുതൽ കാര്യങ്ങളുമായിട്ടൊരു വീഡിയോ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുറത്തു പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇനി ട്രൈ ചെയ്യേണ്ടത്, എല്ലാവരും പോയിടത്ത് തന്നെ പോയാൽ നമുക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല. അതുകൊണ്ട് നിങ്ങൾ ഇനി ട്രൈ ചെയ്യേണ്ടത് ഈ സ്ലോവാക്യ അല്ലെങ്കിൽ ഫിൻലൻഡ്, ഇറ്റലിയുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസുകളും ഇടുക, അതിന് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നമുക്കൊരു മറ്റൊരു നല്ല പ്രയോജനപ്രദമായ വീഡിയോയുമായി വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ. അപ്പോൾ എല്ലാവരും ഇനി ട്രൈ ചെയ്യേണ്ടത് ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇതുപോലെയുള്ള ഇറ്റലി, സ്ലോവാക്യ, ഫിൻലൻഡ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. കാരണം നമ്മൾ ഈ ആൾക്കാരെല്ലാം പോയ സ്ഥലങ്ങളിൽ തന്നെ നമ്മൾ പോയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഫോർ മൈ ചാനൽ. എല്ലാവർക്കും ഒന്നുകൂടി താങ്ക് യു.